ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ജീനിയസ് ആൻസേഴ്സ് നമ്മുടെ ഈ ഭാഗത്തു നിന്ന് വന്നു. അതുപോലെ തന്നെ മലയാളത്തിലെ മിമിക്രി കലാമേഖലയിലെ ഒരു ജീനിയസിനെയാണ് നമ്മൾ അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മോടൊപ്പം സുരാജ് ഏട്ടനുണ്ട്. മിമിക്രിയിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന് നാഷണൽ അവാർഡ് നേടി. എന്നാൽ അത് ആദ്യം നമുക്ക് വേണ്ടി അഭിമാനപൂർവ്വം കരസ്ഥമാക്കിയ ഒരു പ്രതിഭയുണ്ട്. അദ്ദേഹം ഒരു നടനാണ്, സംവിധായകനാണ്, പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്. വാക്കിലൂടെയും അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെയും നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹാപ്രതിഭയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സലീമേട്ടൻ. ഞങ്ങൾക്കില്ലേ രണ്ട് ഉഗ്രനുമ്മ. എനിക്കും കൂടി. സലീം ഏട്ടന്റെ വരവ് കണ്ടപ്പോ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. നമ്മുടെ എനർജിയുടെ നെക്സ്റ്റ് സലീമേട്ടാ, നിങ്ങളുടെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. കൂട്ടുകാരും ജൂനിയേഴ്സ് സീനിയേഴ്സും എല്ലാരും ഉണ്ട്. അങ്ങോട്ടേക്ക് ഇരിക്കാട്ടോ. വിശേഷങ്ങൾ നാഷണൽ അവാർഡ് ഞങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു നാഷണൽ അവാർഡ്, അവിടെ നിങ്ങൾ ബഹളം വെക്കല്ലേ. നാഷണൽ അവാർഡ് തമ്മിൽ ഒരു ഹായ് പറയാം. ശരിക്കും നാഷണൽ അവാർഡ്, സിനിമ, അതിന് മുമ്പും വളരെ ഹൃദ്യമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞു വന്ന 80-കൾ. സലീമേട്ടൻ സിനിമയിലേക്ക് വന്നത് 90s-ലാണ്. പക്ഷെ അദ്ദേഹം അതിന് മുൻപ് ഈ പറഞ്ഞതുപോലെ യുവജനോത്സവങ്ങളിൽ മുതൽ മിമിക്രി കലാമേഖല, ഹാസ്യ കലാമേഖലയിൽ വളരെ സജീവമായിട്ട് ഒരാളായിരുന്നു സലീമേട്ടൻ, അല്ലേ? ചേട്ടൻ ആരുടെ, നമ്മുടെ ഈ കൂട്ടത്തിലിരിക്കുന്ന പ്രസാദേട്ടനൊക്കെ വളരെ സീനിയർ ആണല്ലോ. പ്രസാദേട്ടന്റെ ഒക്കെ ആദ്യത്തെ കോമഡി അല്ലെങ്കിൽ പെർഫോമൻസ് കാണുന്ന എപ്പോഴാണ്? പ്രസാദേട്ടന്റെ കലാഭവനിൽ വെച്ചാണ്. കലാഭവനില് ഈ 84 എന്റെ ഓർമ്മ. ഞാൻ SSLC പഠിക്കുമ്പോ മൂത്തകുന്നം അമ്പലമുണ്ട്, അവിടെ കലാഭവന്റെ മിംസ് പരേഡ് വന്നു. അന്നാണ് പ്രസാദേട്ടന്റെ പരിപാടി ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അടിപൊളി.